യോഹന്നാൻ 6:54 പറയുന്നു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവവുമായുള്ള നിത്യജീവന്റെ വാഗ്ദാനത്തേക്കാൾ വലിയ പ്രത്യാശയില്ല. യോഹന്നാൻ 6:54 യേശു അതിശയിപ്പിക്കുന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. യഥാർത്ഥ ജീവൻ, നിത്യജീവൻ അവനിലൂടെ മാത്രമേ വരുന്നുള്ളൂ. അവന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുക, എന്നാൽ അവന്റെ യാഗത്തിൽ പങ്കുചേരുക, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുക, കുരിശിലെ അവന്റെ പാപപരിഹാര മരണത്തിൽ വിശ്വസിക്കുക എന്നിവയാണ്. ഇത് ശാരീരിക പോഷണത്തെക്കുറിച്ചല്ല, ആത്മീയ ഐക്യത്തെക്കുറിച്ചാണ്. ജീവന്റെ അപ്പമായ യേശു ലോകത്തിന് ഒരിക്കലും നൽകാൻ കഴിയാത്ത ഒന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. യോഹന്നാൻ 5:24 ഇങ്ങനെ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഈ നിത്യജീവൻ കേവലം അനന്തമായ അസ്തിത്വമല്ല, അത് ജീവനുള്ള ദൈവവുമായുള്ള കൂട്ടായ്മയും സന്തോഷവുമാണ്. ഏദനിൽ നഷ്ടപ്പെട്ടതിന്റെ പുനഃസ്ഥാപനമാണിത്. അവസാന നാളിൽ അവനെ ഉയർപ്പിക്കും എന്ന് യേശു പറയുമ്പോൾ അവൻ്റെതായ എല്ലാവരുടെയും ശാരീരിക പുനരുത്ഥാനത്തെ അവൻ സ്ഥിരീകരിക്കുന്നു. ഇതാണ് നമ്മുടെ അനുഗ്രഹീത പ്രത്യാശ. നാം എന്നേക്കും ജീവിക്കും. പാപമോ ദുഃഖമോ വേർപിരിയലോ ഇല്ലാത്തൊരു പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും.